അമ്മയുടെ ഒരു വലിയ സ്വപ്നം രോഹിത് സത്യമാക്കി കൊടുത്ത് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. അത് തന്നെയാണ്. ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്. ഈ ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. ബെസ്റ്റ്. അങ്ങനെ പച്ച വീട്ടിൽ പ്രശ്നേഷ് കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു 2 കൊല്ലം മുമ്പ് വെറുതെ സോഷ്യൽ മീഡിയ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പുള്ളിയുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കാണുന്നത്. അന്ന് പുള്ളി ഒരു വീട് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഇട്ട് കണ്ട് ശരിക്കും പുള്ളിയുടെ എഫേർട്ടിന് കൈ അടിച്ചിട്ടുണ്ട്. ആക്ച്വലി അത് അന്ന് നല്ലൊരു സ്റ്റാർട്ടർ പ്ലാനാണ്. വളരെ പ്രൊഫഷണലായിട്ട് ചെന്നിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെവിടെ പോയിട്ട് വന്നേ അമ്മ? നമ്മള് സിനിമ കാണാൻ KGF. എത്രാമത്തെ തൊട്ടാ പോണത്? 3ാമത്തെ തൊട്ടും. അപ്പൊ ഇതിനൊക്കെയുള്ള പൈസയാ നീ പണി ചെയ്യുന്നത്? അപ്പൊ ഞാൻ ബാത്റൂം മുഴുവനും പറമ്പണിക്കൊക്കെ പോകുന്നതിൽ അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അന്തസ്സായിട്ട് ആരെയും ഉപദ്രവിക്കാതെ എന്ത് ജോലി ചെയ്യുന്നതും എനിക്ക് അഭിമാനമാണ്. അന്ന് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ശരിക്കും ഭയങ്കര പ്രൗഡ് ആൻഡ് ഇമോഷണലായിരുന്നു. അങ്ങേരുടെ എല്ലാ വീഡിയോയും തപ്പിപ്പിടിച്ച് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ടീവായിട്ട് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അണ്ണ മിക്കവാറും കേരള പോലീസിൻ്റെ സബ് ജയിലിലെ കക്കൂസ് കഴിവേണ്ടി വരും. അങ്ങനെ ഇവരുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയും ഇവരുടെ ഫാമിലിയും ഒക്കെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇവരുടെ ഇടയിലേക്ക് 4ാമതൊരാൾ കടന്നു വരുന്നത്. അത് മറ്റാരുമല്ല, രോഹിത് പ്രേമിച്ച് കല്യാണം കഴിച്ച രോഹിത്തിൻ്റെ ഭാര്യ. അപ്പോൾ കല്യാണത്തിന് ശേഷവും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മരുമോളും അമ്മായിയമ്മയും ഒക്കെ ആയിട്ട് ചേർന്നൊക്കെ വീഡിയോ ഇടുമായിരുന്നു. 2 പേരെ ഇവനെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് വരും. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ പോകെ പോകെ ഇവൻ്റെ ചാനലിൻ്റെ കണ്ടൻറ്റിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. ഇവർ ഗ്രീൻ ഹൗസ് ക്ലിനിക്കിൻ്റെ സ്റ്റാർട്ടപ്പും അവരുടെ ക്ലീനിങ്ങിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഇവർ പിന്നീട് ഈ പ്രശ്നങ്ങളെ പറ്റി ഇടാൻ തുടങ്ങി. സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഈ സമൂഹത്തിൽ ഓരോ ആളുകളെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി, ആളുകളെ വെറുപ്പിക്കാൻ തുടങ്ങി. ചാനലിൻ്റെ സ്വഭാവമേ മൊത്തത്തിൽ അങ്ങ് മാറി. 4 ചിക്കൻ ബർഗർ ഉണ്ട്. അപ്പോൾ ഈ ചിക്കൻ ബർഗർ ഞാൻ ആക്ച്വലി ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഓൺലൈൻ ഓർഡർ അല്ല, ഞാൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്താണെന്നുള്ളത് നിങ്ങളെ കൂടെ കാണിച്ചു തരുവാണ്. എന്തോന്ന് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്താണെന്നുള്ളത് നിങ്ങളെ കൂടെ കാണിച്ചു തരുവാണ്. വൃത്തിയും വീറും നോക്കി അവൻ കഴിക്കുന്നതിന് പോലും പ്രോട്ടോകോൾ കണ്ടെത്തി. വൃത്തി വേണ്ടെന്നല്ല, പക്ഷെ ഇതൊരു പ്രാന്ത് പോലെയായി. പിന്നീട് ഇങ്ങനെ കുറേ വെറുപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് വൈറലാവാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. ഇവൻ്റെ റീച്ച് എപ്പോഴാണോ ഡൗൺ ആവുന്നത് അപ്പോൾ ഇതുപോലൊരു കണ്ടന്റുമായിട്ട് വരും. സാനിറ്റൈസർ കൊണ്ട് കാറ് കഴുകുക, സാനിറ്റൈസർ കൊണ്ട് സാനിറ്റൈസർ തന്നെ കഴുകുക. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇവൻ്റെ ക്രൈം പാർട്ണർ, അവൻ്റെ ഭാര്യ. ഭ്രാന്ത് ഇവിടം കൊണ്ടൊന്നും നിന്നില്ല ഗൈസ്, അതുക്കും മേലെ. അങ്ങനെ വെടലത്തരങ്ങളും ആളുകളെ വെറുപ്പിക്കലുമായിട്ടൊക്കെ ഗ്രീൻ ഹൗസ് അണ്ണൻ മുന്നോട്ട് പോകുമ്പോഴാണ് അണ്ണൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു സമയത്ത് നിങ്ങൾ അകലുന്നു, എന്തായിരുന്നു എൻ്റെ റീസൺ? എന്താണ് ശരിക്കും പറഞ്ഞാൽ? സംഭവം പറഞ്ഞാൽ അവന് പൈസ വേണം. അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. അതിൽ എൻ്റെ ഗോൾഡിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ ദേഷ്യം അമ്മയോടും ഉണ്ട്. ഈ റോഷന്റെ വൈഫ് നേഴ്സാണ് അല്ലേ? അപ്പൊ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ്. കേട്ടല്ലോ. അപ്പൊ ഇതാണ് വിഷയം. ഗോൾഡ് എടുത്ത് വിറ്റു ആ പെങ്ങളുടെ ഇവർക്ക് 2 പേർക്കും, പ്രശ്നേഷിനും പ്രശ്നേഷിൻ്റെ ഭാര്യയ്ക്കും വിദേശത്ത് പോവാം. അപ്പോൾ ഇത് ചെറിയൊരു ഫാമിലി ഇഷ്യൂ ആണ്. ഇത് ഗുരുതരമായത്, ഇത് സമൂഹത്തിലേക്ക് എത്തിയത് ഇവൻ്റെ സ്ഥിരം കൊണയം കൊണ്ട് യൂട്യൂബിൽ വന്നുകൊണ്ടാണ്. ഇവൻ അതുപോലും കണ്ടൻ്റാക്കി മോണിറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചു. അതും അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട റീലിൽ ഒരു പാട്ടൊക്കെ ആഡ് ചെയ്തിടുകയും യൂട്യൂബിലിട്ട ഷോർട്സിന് പാട്ടൊന്നും ആഡ് ചെയ്യാതെയൊക്കെയാണ് ഇട്ടത്. അപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ പോലും അവൻ യൂട്യൂബിൽ ഇട്ടത്. കാരണം യൂട്യൂബിൽ പാട്ടിട്ടാൽ മോണിറ്റൈസേഷൻ കിട്ടില്ല. അപ്പോൾ അത്രയും അതുപോലും കണ്ടൻ്റാക്കി മോണിറ്റൈസ് ചെയ്യാൻ ശ്രമിച്ച് ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ കുടുംബകാര്യം അറിഞ്ഞു. അപ്പോൾ ഇതിവൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവൻ ഈ കൊണയം കൊണ്ട് യൂട്യൂബിൽ കിടന്നിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കാരുടെ ബലമൊന്നുമില്ല. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഗുണ്ടകളും ഗുണ്ടച്ചികളും നമ്മളെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. നീ എന്നെ തട്ടണ്ട. ഗുണ്ടച്ചി എന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല, വേറൊന്നും അല്ല പറയുന്നത്. എന്താ ഗുണ്ടയും ഗുണ്ടച്ചിയായിട്ട് എന്ത് വ്യത്യാസം? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ.
ഒരു ദിവസം അലക്കിട്ടുന്ന തുണി എടുത്തുകൊണ്ടിരുന്ന അമ്മയുടെ കൈയച്ഛൻ പണിയായുധം വെച്ച് തല്ലി ഒടിച്ചത് എന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടുണ്ടായ അച്ഛന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിലൊന്നും നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അമ്മ അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത്. കളിയും ചിരിയായിട്ട് സന്തോഷത്തോടെ കടന്നുപോകുന്ന കുട്ടികളെ എന്റെ ലൈഫിൽ കടന്നുപോയത് ഇതുപോലെയുള്ള ഭയാനകമായ ഓർമ്മകളിലൂടെയാണ്. നാട്ടില് സ്വന്തം ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന് ഒരു കള്ളുകൂടിയനെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കുകൾക്കും മുന്നിൽ തളർന്നു കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി. ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല, ജീവിക്കണം മരിക്കണം എന്നറിയാൻ മേലാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ഇത് തരക്കെടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞപ്പോഴെന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എന്തോ അമ്മ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത്, അമ്മച്ചിക്ക് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ടാണോ ഇത്രയും കലിപ്പ് വരുന്നത്? അമ്മച്ചിക്കൊരു നല്ല ദാമ്പത്യം കിട്ടാത്തതിൻ്റെ ആണോ എന്ന് ഞാൻ ചോദിച്ചു. ഉഫ്, അത് മാസായി. ഒരു മകൻ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യം. സ്വാഭാവികം. നല്ലതാ.